വെൽക്കം ടു ഈസി മാത്സ്. ഇന്ന് നമ്മൾ ക്ലാസ് 10-ലെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന ചാപ്റ്ററിന്റെ മിസലേനിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഫസ്റ്റ് എന്താണെന്ന് നോക്കാം. ഫൈൻഡ് the values of a, b and c such that the numbers a, 7, b, 23 and c are in AP. നമുക്കൊരു AP തന്നിട്ടുണ്ട്. ആ സീരീസ് എന്ന് പറഞ്ഞ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. a, 7, b, 23, c. ഇതൊരു AP ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് a, b and c. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഫസ്റ്റ് ടേമിനെ നമ്മൾ a1 എന്ന് വിളിക്കാറുണ്ട്, സെക്കൻഡ് ടേമിനെ നമ്മൾ a+d എന്ന് വിളിക്കുന്നു, തേർഡ് ടേമിനെ a+2d എന്ന് വിളിക്കുന്നു, a+3d, a+4d എക്സെട്ര. ഇങ്ങനെയാണ് നമ്മുടെ AP ജനറൽ ഫോം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേമിനെ ഞാൻ a1 a എന്ന് വിളിക്കുന്നു, ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. സെക്കൻഡ് ടേമിനെ a2 ഞാൻ a+d എന്ന് വിളിക്കുന്നു. a+d എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സെക്കൻഡ് ടേം എന്താണ് നമുക്ക് തന്നിട്ടുണ്ട്, 7 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, a+d = 7 എന്ന് എഴുതാം, ഇക്വേഷൻ നമ്പർ 2. ഇനി തേർഡ് ടേമിനെ നമുക്കറിയാം a3 എന്നാണ് വിളിക്കുന്നത്. a3 നമുക്ക് എങ്ങനെ എഴുതാം, a+2d എന്ന് എഴുതാം. തേർഡ് ടേം നമുക്ക് തന്നിട്ടുണ്ട്, b എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ a+2d നമുക്ക് എങ്ങനെ എഴുതാം, b എന്ന് എഴുതാം, ഇക്വേഷൻ നമ്പർ 3. അടുത്തത് ഫോർത്ത് ടേമിനെ നമുക്ക് a4 എന്ന് വിളിക്കാം. a4 = a+3d എന്നറിയാം. a4 എന്ന് പറയുന്നത് 23 ആണ്. അങ്ങനെയാണെങ്കിൽ a+3d = നമുക്ക് എന്തെന്ന് എഴുതാം, 24 എന്ന് എഴുതാം, ഇക്വേഷൻ നമ്പർ 4. മനസ്സിലാകുന്നുണ്ടല്ലോ. അടുത്തത് ഏതാണ് തന്നേക്കുന്നത് നോക്കുക. ഫിഫ്ത് ടേം ആണ് തന്നേക്കുന്നത്. ഏതാണ് ഫിഫ്ത് ടേം എന്ന് പറഞ്ഞു തന്നെ, a+3d 23. ഓക്കെ. അടുത്ത ഫിഫ്ത് ടേം എന്ന് പറഞ്ഞു തന്നേക്കുന്നത് a5 = a+40 എന്ന് എഴുതാം. a+40 നമുക്ക് എത്രയാണ് തന്നേക്കുന്നത്, c എന്നാണ് തന്നേക്കുന്നത് അല്ലേ, ഇക്വേഷൻ നമ്പർ 5. ഇവിടെ നോക്കുക, നമുക്ക് വേണ്ടത് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് a ആൻഡ് b ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം അറിയണം, അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് അറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് എയുടെയും ബിയുടെയും വില കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇക്വേഷൻ നമ്പർ 2ലേക്കും ഇക്വേഷൻ നമ്പർ 3ലേക്കും ഒന്ന് നോക്കാം. എന്താണ്, ഇക്വേഷൻ നമ്പർ 1ലേക്കും 2ലേക്കും ഇക്വേഷൻ നമ്പർ 2ഉം 3ഉം ഒന്ന് നോക്കാം. ഇവിടെ a+d ഉണ്ട് = 7. ഇവിടെ a+2d ഉണ്ട് = b. ഏതെങ്കിലും രണ്ട് ഇക്വേഷൻ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, സിംപ്ലിഫൈ ചെയ്യണം. എന്നിട്ട് നമുക്ക് എയുടെയും ബിയുടെയും വില കണ്ടുപിടിക്കാം. ഇവിടെ നോക്കാം, നമ്മൾ 2ഉം 3ഉം കമ്പയർ ചെയ്യുകയാണെങ്കിൽ, 2ഉം 3ഉം കൂടെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം എയും ഡിയും അൺനോൺ വേരിയബിൾ ആണ്. അതേപോലെ ഇതിലും എയും ഡിയും അൺനോൺ വേരിയബിൾ ആണ് അല്ലേ. എന്നാൽ ഇവിടെ ഒരു അഡീഷണൽ ആയിട്ട് ബിയും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ എടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് വാല്യൂസിനെ കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കാവുന്ന രണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് a+d = 7ഉം a+3d = 23 എന്നുമാണ്. കാരണം രണ്ടിനകത്തും a ഉണ്ട്. a ക്യാൻസൽ ആക്കി കളഞ്ഞാൽ രണ്ട് ഇക്വേഷനും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ എയും എയും ക്യാൻസൽ ആയി പോവും. ബാക്കി നമുക്ക് എന്ത് കിട്ടും, ഡിയുടെ വില കിട്ടും. അതുകൊണ്ട് നമുക്ക് ഏതൊക്കെ ഇക്വേഷൻ എടുക്കാം, ഫ്രം 2 and 4. ഇക്വേഷൻ നമ്പർ 2ഉം 4ഉം എടുക്കാം. ഫ്രം ഇക്വേഷൻ നമ്പർ 2 and 4 നമുക്കൊന്ന് എടുത്തെഴുതാം. 2ഉം 4ഉം കൂടെ a+d = 7, a+3d = 23. നമുക്കറിയാം ഇക്വേഷൻ നമ്പർ 2ഉം 4ഉം എന്ത് ചെയ്താൽ നമുക്ക് വാല്യൂവിനെ കിട്ടുമെന്ന് നോക്കുക. ഏതെങ്കിലും ഒരു വേരിയബിളിനെ ഡിലീറ്റ് ചെയ്യുക. എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾ ആണ് എയും എയും ഇല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാം, 2 - 4 ചെയ്യാം. ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് 4 മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യേണ്ട സംഖ്യയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് അല്ലേ. സോ a - 0. d - 3d എന്തായിട്ട് മാറും, -2d ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 - 23. 7ൽ നിന്ന് 23ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ എത്രയാകുമെന്ന് നോക്കുക, 16 - 16. Therefore d is equal to 16 divided by -2 അല്ലേ, -16 by -2 that is equal to 8.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡിയുടെ വില കിട്ടി. ഡിയുടെ വില കിട്ടിയാൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എയുടെ വില കിട്ടും. നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കാം. ഡി ഈസ് ഈക്വൽ ടു 8 ഇൻ ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2 കൊടുക്കാം. എന്ത് വരുമെന്ന് നോക്കുക. എ പ്ലസ് ഡിക്ക് പകരം 8 കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 7. Therefore a is equal to 7 minus 8. That is equal to 1. Minus 1. അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡി കിട്ടി, എ കിട്ടി, ഫസ്റ്റ് ടേമും കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി. അങ്ങനാണെങ്കിൽ നമുക്ക് എയുടെയും വില ബിയുടെയും വില കണ്ടുപിടിക്കരുതോ? എ കണ്ടുപിടിക്കണം, ബി കണ്ടുപിടിക്കണം, സി കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ ഇത്രയും? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തു. എന്നിട്ട് ഏതെങ്കിലും രണ്ട് ഇക്വേഷൻ എടുത്ത് അതിനെ സോൾവ് ചെയ്യുക. ഏതെങ്കിലും ഒരു എയുടെയോ ഡിയുടെയോ വില കണ്ടുപിടിക്കുക. നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനും ഫോർത്ത് ഇക്വേഷനും കൂടെ എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ഡിയുടെ വില കിട്ടി. ഡിയുടെ വില ഏതെങ്കിലും ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? എയുടെ വില കിട്ടി. എ ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇനി എന്ത് ചെയ്യണം? എയുടെയും ഡിയുടെയും വില നമുക്ക് വേണ്ട എയും ബിയും സിയും ഉള്ള വേരിയബിൾ ഉള്ള ഇക്വേഷനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നോക്കാം. എ കിട്ടി, ഫസ്റ്റ് ടേമിന്റെ വില കിട്ടി -1. ഇനി നമുക്ക് വേണ്ടത് ഏതാണ്? ബിയുടെ വിലയാണ് വേണ്ടത്. ബി വരുന്ന ഇക്വേഷൻ ഏതാണ്? ഇക്വേഷൻ നമ്പർ 3 ആണ് വരുന്നത്. സോ ഇക്വേഷൻ നമ്പർ 3 ഇംപ്ലൈസ് ഇക്വേഷൻ നമ്പർ 3 ഒന്ന് എടുത്ത് എഴുതാം. a plus 2d is equal to b എന്നാണ്. എക്ക് പകരം -1 കൊടുക്കുക, പ്ലസ് 2 into ഡിക്ക് പകരം 8 കൊടുക്കുക. That is equal to -1 plus 16 എന്ന് കിട്ടും. That is equal to plus 15. അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? b is equal to plus 15 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബിയുടെ വില കിട്ടി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? സിയുടെ വില കൂടെ കണ്ടുപിടിക്കണം. സിയുടെ വില എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഏതാണ് ഇക്വേഷൻ നോക്കിക്കേ. സിയുടെ വില സി ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താണ്? സി ഈസ് ഈക്വൽ ടു എ പ്ലസ് 4d എന്നാണ്. എക്ക് പകരം -1 കൊടുക്കുന്നു, ഡിക്ക് പകരം എന്ത് കൊടുക്കണം? ഡിയുടെ വില 8. സോ -1 പ്ലസ് 32 ദാറ്റ് ഈസ് ഈക്വൽ ടു 31. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? എ കിട്ടി -1, ബി കിട്ടി 15, സി കിട്ടി 31. മനസ്സിലായല്ലോ? ഇതാണ് എയുടെയും ബിയുടെയും സിയുടെയും വില. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞത്? The four angles of a quadrilateral form an AP. If the sum of the first three angles is twice the fourth angle, find all the angles. അതായത് ഒരു കോഡ്ലാറ്ററലിന് എത്ര ആംഗിൾസ് ഉണ്ട്? 4 ആംഗിൾസ് ഉണ്ട്. ഈ 4 ആംഗിൾസും ഏത് രീതിയിലുള്ളതാണ്? AP ഫോമിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 3 ആംഗിളിന്റെ സം എന്ന് പറയുന്നത് ഫോർത്ത് ആംഗിളിന്റെ ടോയ്സ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താണ്? സം ഓഫ് ഫസ്റ്റ് 3 ആംഗിൾ ഈസ് ഈക്വൽ ടു ടോയ്സ് ദ ഫോർത്ത് ആംഗിൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. നമുക്ക് ആ കോഡ്ലാറ്ററൽ ഒന്ന് വരച്ച് കാണിക്കാം. ഇതൊരു കോഡ്ലാറ്ററൽ ആണെന്നിരിക്കട്ടെ. 4 ആംഗിൾ ഉണ്ട്. ഇതിൽ ഫസ്റ്റ് ആംഗിൾ, സെക്കൻഡ് ആംഗിൾ, തേർഡ് ആംഗിൾ, ഫോർത്ത് ആംഗിൾ. നമ്മളോട് പറഞ്ഞു ഈ ആംഗിൾസ് എന്ന് പറയുന്നത് ഒരു AP ഫോമിലാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനറൽ ഫോം APയുടെ നമുക്ക് അറിയാം, ഇല്ലേ? ഞാൻ ആംഗിൾ 1നെ A-D എന്ന് വിളിക്കുന്നു, ആംഗിൾ 2നെ A എന്ന് വിളിക്കുന്നു, ആംഗിൾ 3നെ A+D എന്ന് വിളിക്കുന്നു, ആംഗിൾ 4നെ A+2D എന്ന് വിളിക്കുന്നു. ഇതൊരു AP സീരീസ് ആണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് 3 ആംഗിളിന്റെ സം എന്ന് പറയുന്നത്, ഈ 3 ആംഗിളിന്റെ സം എന്ന് പറയുന്നത് 4ാമത്തെ ആംഗിളിന്റെ ടോയ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം. ലെറ്റ് ദ ആംഗിൾസ് ഇൻ APB, ലെറ്റ് ദ ആംഗിൾസ് ഇൻ APB A-D, A+D, A+2D എന്ന് എഴുതാം, അല്ലേ? അതാണ് നമ്മുടെ ആംഗിൾസ്. അടുത്ത കണ്ടീഷൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സം ഓഫ് ഫസ്റ്റ് 3 ആംഗിൾ ഈസ് ഈക്വൽ ടു ടോയ്സ് ദ ഫോർത്ത് ആംഗിൾ. അതായത് ആദ്യത്തെ 3 ആംഗിളിന്റെ സം എന്ന് പറയുന്നത് ഫോർത്ത് ആംഗിളിന്റെ ടോയ്സ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ 3 ആംഗിളിന്റെ സം ഒന്ന് എഴുതാം. A-D ആസ് പെർ ക്വസ്റ്റ്യൻ അനുസരിച്ച് A-D പ്ലസ് A
പ്ലസ് എ പ്ലസ് ഡി എന്ന് പറയുന്നത് twice the fourth angle. Fourth angle is a plus 2d. നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. എയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3a എന്ന് കിട്ടും. ഡിയും ഡിയും ക്യാൻസൽ ആയി പോവും. ബാക്കി എന്ത് വരും? 2a പ്ലസ് 4d എന്ന് കിട്ടും. നമുക്കറിയാം 2a ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നാൽ 3a മൈനസ് 2a is equal to 4d എന്ന് എഴുതാം. സോ a is equal to 4d എന്ന് എഴുതാം. ഇനി ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. അപ്പൊ a is equal to 4d എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കിട്ടണം? ഡിയുടെ വില കണ്ടുപിടിക്കണം. എങ്കിലേ നമുക്ക് ഇതിനകത്തുനിന്ന് എയുടെ വില കണ്ടുപിടിക്കാൻ പറ്റൂ, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് സം ഓഫ് ഓൾ ദ ആംഗിൾസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ഈസ് 360. അതായത് ഒരു ക്വാഡ്രിലാറ്ററലിന്റെ എല്ലാ ആംഗിളിന്റെയും കൂടെ സം എന്ന് പറയുന്നത് നമുക്കറിയാം എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രി. നമുക്ക് അതൊന്ന് അപ്ലൈ ചെയ്യാം. എന്താണ്? സം ഓഫ് all the four angles of quadrilateral is 360. നമുക്കറിയാം, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 4 ആംഗിളിന്റെയും കൂടെ സമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം? 360 എന്ന് എഴുതാം. നോക്കിക്കേ, a മൈനസ് ഡി പ്ലസ് എ പ്ലസ് എ പ്ലസ് ഡി പ്ലസ് എ പ്ലസ് 2d is equal to 360 എന്ന് എഴുതാം. നോക്കുക, എ 4 ടൈംസ് എ ഉണ്ട്. 4a ഡിയും ഡിയും ക്യാൻസൽ ആവും. 4a പ്ലസ് 2d is equal to 360 എന്ന് എഴുതാം, അല്ലേ? 4 into a plus 2d is equal to 360. നമ്മളിവിടെ എക്ക് പകരം എന്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? 4d എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്ക് പകരം നമുക്ക് 4d ഇട്ട് കൊടുക്കാം. 4 into എക്ക് പകരം എന്ത് ഇട്ട് കൊടുക്കാം? 4d എന്ന് കൊടുക്കാം. സോ 4 into 4d plus 2d is equal to 360 എന്ന് എഴുതാം. സോ 16d plus 2d is equal to 360 എന്ന് എഴുതാം. or 18d is equal to 360. അങ്ങനെയാണെങ്കിൽ d is equal to 360 divided by 18, that is equal to 20. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡിയുടെ വിലയാണ് കിട്ടിയത്. ഇവിടെ എന്ത് കിട്ടി? ഡിയുടെ വില. അതായത് 4 ആംഗിളിന്റെയും കൂടെ സം നമുക്കറിയാം 360 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ആ 4 ആംഗിൾ കൂടെ നമ്മൾ സം ചെയ്തു 360 എന്ന്. സോ നമുക്ക് അതിൽ നിന്ന് 4a plus 2d is equal to 360 എന്ന് കിട്ടി. എയുടെ വില നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 4d ന് എക്ക് പകരം 4d കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ഡി കിട്ടി. ഡി കിട്ടിയെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എ കണ്ടുപിടിക്കാം. d is equal to 20 in equation number 1. ഇക്വേഷൻ നമ്പർ 1 നമുക്ക് കൊടുക്കാം. സോ a is equal to 4 into 20, that is equal to 80. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എയുടെ വാല്യൂം കിട്ടി, ഡിയുടെ വിലയും കിട്ടി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾസിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. 4 ആംഗിളും ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, നമ്മൾ എടുത്ത ആംഗിളിനെ എങ്ങനെയായിരുന്നു നമ്മൾ എടുത്തിരുന്നത്? എ മൈനസ് ഡി. ഫസ്റ്റ് ആംഗിളിനെ നമ്മൾ എങ്ങനെയാണ് എടുത്തത്? എ മൈനസ് ഡി എന്നാണ് എടുത്തത്, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിൾസ് ഒന്ന് എടുക്കാം. എ മൈനസ് ഡി is equal to എ എന്ന് പറയുന്നത് 80 ആണ്. 80 മൈനസ് 20 60. അടുത്തത് ഏതായിരുന്നു നമ്മൾ എടുത്തത്? എ ആയിരുന്നു എടുത്തത്. എ കണ്ടുപിടിച്ചു. എത്രയെന്ന് കണ്ടുപിടിച്ചു? 80. അടുത്തത് എ പ്ലസ് ഡി എന്നാണ് എടുത്തത്. 80 പ്ലസ് 20 100. അടുത്തത് ഏതായിരുന്നു? എ പ്ലസ് 2d. എ പ്ലസ് 2d is equal to 80 പ്ലസ് 2 into 20, that is equal to 80 plus 40, ഇല്ലേ? 120 ഡിഗ്രി. അപ്പൊ നമുക്ക് ആംഗിൾ മെഷേഴ്സ് എങ്ങനെ കിട്ടി? a is equal to 80, a minus d is equal to 60, a plus d is equal to 100, and a plus 2d is equal to 120. ഈ ആംഗിൾ മെഷേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഡിഗ്രി കിട്ടണം? 360 ഡിഗ്രി കിട്ടണം. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ആൻ AP whose sum of the first 3 terms is 21 and the sum of their squares is 155. അതായത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് AP ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ അവർ പറഞ്ഞിട്ടുണ്ട് സം ഓഫ് ഫസ്റ്റ് 3 ടേംസ്. ആ ഫസ്റ്റ് 3 ടേമിന്റെ സം എന്ന് പറയുന്നത് 21 ആണ്. അടുത്ത പറഞ്ഞേക്കുന്നത് ഓൾസോ പിന്നെന്താണ് തന്നേക്കുന്നത്? സ്ക്വയേഴ്സ് കണ്ടുപിടിക്കുക. അതായത് ആ ഫസ്റ്റ് ടേമിന്റെ സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 3 ടേം ഈസ്
155. ആദ്യത്തെ 3 ടേമിന്റെ സ്ക്വയേഴ്സിന്റെ സം എന്ന് പറയുന്നത് 155 ആണെങ്കിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആ AP ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഞാൻ കൺസിഡർ ചെയ്യുന്നു ഫസ്റ്റ് 3 ടേംസിനെ കൺസിഡർ ചെയ്യുന്നു. ആ APയിലെ ഫസ്റ്റ് 3 ടേംസ് ഇങ്ങനെ എടുക്കാൻ പോവുകയാണ്. A മൈനസ് ഡി, A പ്ലസ് ഡി എന്നെടുക്കുന്നു. ഇതാണ് ഫസ്റ്റ് 3 ടേംസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം പറഞ്ഞേക്കുന്നത് സം ഓഫ് ദി ഫസ്റ്റ് 3 ടേംസ് ഈസ് 21. ഈ 3 ടേമിന്റെയും കൂടെ സം എന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? 21. സോ A മൈനസ് ഡി പ്ലസ് A പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 21. നമുക്കറിയാം ഇവിടെ ഒരു പ്ലസ് ഡിയോ ഒരു മൈനസ് ഡിയും ക്യാൻസൽ ആയിപ്പോ ബാക്കി 3A ഈസ് ഈക്വൽ ടു 21 എന്ന് എഴുതാം. 3A 21 ആണെങ്കിൽ A ഈസ് ഈക്വൽ ടു 21/3 എന്ന് എഴുതാം. 7 എന്ന് കിട്ടും. ഓൾസോ ഇപ്പൊ ആദ്യത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്തു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് സം ഓഫ് ദെയർ സ്ക്വയേഴ്സ്. ഈ APയുടെ സ്ക്വയേഴ്സിന്റെ സം എന്ന് പറയുന്നത് 155 ആണ്. നോക്കാം, സ്ക്വയേഴ്സ് A മൈനസ് ഡിയുടെ സ്ക്വയർ പ്ലസ് എയുടെ സ്ക്വയർ പ്ലസ് A പ്ലസ് ഡിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 155 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കൊന്ന് അപ്ലൈ എക്സ്പാൻഡ് ചെയ്യാം. A മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോം ആണ്. ഇത് A പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോം ആണ്. ഐഡന്റിറ്റി യൂസ് ചെയ്യാം. എന്താണ്? A സ്ക്വയർ മൈനസ് 2AD പ്ലസ് ഡി സ്ക്വയർ ആണ് പ്ലസ് EA സ്ക്വയർ. ഇത് A പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോം ആണ്. A സ്ക്വയർ പ്ലസ് 2AD പ്ലസ് ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 155 എന്ന് എഴുതാം. നമുക്കറിയാം ഇവിടെ ഒരു A സ്ക്വയർ, ഇവിടെയും ഒരു A സ്ക്വയർ, ഇവിടെയും ഉണ്ട്. സോ 3A സ്ക്വയർ എന്ന് എഴുതാം. മൈനസ് 2AD ഒരു പ്ലസ് 2AD ക്യാൻസൽ ആയി പോകും. ബാക്കി വരുമ്പോൾ D സ്ക്വയർ പ്ലസ് D സ്ക്വയർ 2D സ്ക്വയർ എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു 155 അല്ലേ? ഇനി നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? Aക്ക് പകരം 7 കൊടുക്കാം. 3 into 7 സ്ക്വയർ പ്ലസ് 2D സ്ക്വയർ ഇസ് ഈക്വൽ ടു 155 എന്ന് എഴുതാം അല്ലേ? നമുക്കറിയാം 7 സ്ക്വയർ 3 into നോക്കാം 3 into 7 സ്ക്വയർ. നമുക്കറിയാം 7 സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്. 49നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 147 ആണെന്ന് വരുന്നത്. പ്ലസ് 2D സ്ക്വയർ ഇസ് ഈക്വൽ ടു 155. സോ 2D സ്ക്വയർ ഇസ് ഈക്വൽ ടു 155 മൈനസ് 147 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. 2D സ്ക്വയർ ഇസ് ഈക്വൽ ടു 8 ഓർ D സ്ക്വയർ ഇസ് ഈക്വൽ ടു 8/2 4. അങ്ങനെയാണെങ്കിൽ D is equal to സ്ക്വയർ റൂട്ട് ഓഫ് 4 നമുക്കറിയാം പ്ലസ് ഓർ മൈനസ് 2 ആണ് കിട്ടുന്നത് അല്ലേ? പ്ലസ് 2ന്റെ സ്ക്വയറും 4 ആകാം, മൈനസ് 2ന്റെ സ്ക്വയറും 4 ആകാം. അതുകൊണ്ട് ഡിക്ക് കിട്ടുന്ന വില എന്ന് പറയുന്നത് പ്ലസ് 2 ആകാം, മൈനസ് 2 ആകാം. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനകത്തോട്ട് കൊടുക്കാം. നമുക്ക് AP ആണ് വേണ്ടത്. അതുകൊണ്ട് നമ്മുടെ AP A മൈനസ് ഡി. അപ്പൊ നമ്മൾ എഴുതാൻ പോവാണ്. A is equal to 7 എടുക്കുന്നു. D is equal to plus 2 ആണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ AP എന്തായിട്ട് മാറുമെന്ന് നോക്കാം. ആദ്യത്തെ AP A മൈനസ് ഡി. A മൈനസ് ഡിക്ക് വരാം 7 മൈനസ് 2 എന്ന് കൊടുക്കാം is equal to 5 അല്ലേ? അടുത്തത് A ആണ്. A നമുക്കറിയാം 7. അടുത്തത് A പ്ലസ് ഡി ആണ്. അതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 7 പ്ലസ് 2 എന്ന് കൊടുക്കാം 9. സോ AP എങ്ങനെ വരും? 5 A എന്ന് പറയുന്നത് 7 9. ഇതാണ് APയിലെ നമ്പേഴ്സ് 5 7 9 എക്സെട്ര. മനസ്സിലായല്ലോ? ഓർ ഇനി നമുക്ക് ഓർ ഇട്ട് കൊടുക്കാം. A is equal to 7, D is equal to minus 2 കൊടുത്തു നോക്കാം. Dക്ക് മൈനസ് 2 കൊടുത്താൽ എന്ത് വരും? A മൈനസ് ഡി എന്ന് പറയുന്നത് എന്ത് വരും? 7 മൈനസ് 2 എന്നാണ് വരുന്നത്. 7 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 9 വരും അല്ലേ? അടുത്തത് A പ്ലസ് ഡി ആണ്. 7 D എന്ന് പറയുന്നത് മൈനസ് 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും അല്ലേ? സോ APs are എന്തെഴുതാം? APR എന്തെഴുതും? APs are എന്തെഴുതാൻ പറ്റും? A മൈനസ് ഡി എന്ന് പറയുന്നത് 9, A എന്ന് പറയുന്നത് 2 5 എക്സെട്ര. ഇതായിരിക്കും രണ്ടാമത്തെ AP. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു AP കണ്ടുപിടിക്കാൻ പറഞ്ഞ രണ്ട് കണ്ടീഷൻ തന്നിട്ടുണ്ടായിരുന്നു. ആ രണ്ട് കണ്ടീഷൻ വെച്ച് നമുക്ക് എയുടെയും ഡിയുടെയും വില കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? AP കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെക്ക് വെദർ -140 is a term of the AP 11 8 5 2 etc.
അതായത് -140 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എ പിയിലെ ടേം ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. -140 എന്ന് പറയുന്നത് ഈ എ പിയിലെ ടേം ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കാം എന്താണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം, ഈ -140 നമ്മുടെ എ പിയിലെ ഒരു ടേം ആണോ എന്നാണ് നോക്കേണ്ടത്. അതിന് ഞാൻ എടുക്കാൻ പോവുകയാണ്. ലെറ്റ് -140 എന്ന് പറയുന്നത് എന്ത് ടേം ഓഫ് ആൻ എ പി ആണെന്ന് എടുക്കുന്നു. എന്താണ്? ഈസ് ദ എന്ത് ടേം ഓഫ് എ പി എന്ന് എടുക്കുന്നു. ഓഫ് ഗിവൺ എ പി. മനസ്സിലായല്ലോ? 11852. ഈ എ പിയിലെ എന്ത് ടേമാണ് -140 എന്ന് എടുക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ an = a + n-1 × d ആണെന്നറിയാം അല്ലേ? an എന്ന് പറയുന്നതാണ് ഞാൻ -140 ആയിട്ട് എടുത്തേക്കുന്നത്. ദാറ്റ് ഈസ് ഇക്വൽ ടു a ഫസ്റ്റ് ടേം ഈസ് 11 പ്ലസ് നമ്പർ ഓഫ് ടേംസ് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ 8 - 11 ചെയ്താൽ നമുക്ക് കിട്ടും -3 എന്ന് കിട്ടും ഇല്ലേ? -3. സോ -140 ഈസ് ഇക്വൽ ടു 11. നോക്കുക, ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ -3n പ്ലസ് -1 ഇൻറ്റു -3 പ്ലസ് 3 എന്ന് കിട്ടും. നമുക്കറിയാം -140 ഈസ് ഇക്വൽ ടു 11 പ്ലസ് 3 ഈസ് 14 -3n or 3n ഈസ് ഇക്വൽ ടു 3n ഇങ്ങോട്ട് വന്നാൽ 140 പ്ലസ് 14 എന്നായിട്ട് മാറും. ദാറ്റ് ഈസ് ഇക്വൽ ടു 154. 3n ഈസ് ഇക്വൽ ടു 154 or n ഈസ് ഇക്വൽ ടു 154 ഡിവൈഡഡ് ബൈ 3. നമുക്കറിയാം ഇതെന്ന് പറയുന്നത് ഒരു ഡെസിമൽ നമ്പർ ആണ് കിട്ടുന്നത്. ഡിവൈഡ് ചെയ്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത ആൻസർ കിട്ടില്ല. അതുകൊണ്ട് ഇതൊരു ഡെസിമൽ നമ്പർ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്കറിയാം ഒരിക്കലും നമ്പർ ഓഫ് ടേംസ് ഡെസിമൽ നമ്പേഴ്സോ ഫ്രാക്ഷനോ ഒന്നും വരത്തില്ലേ. നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ഹോൾ നമ്പേഴ്സ് ആയിരിക്കാം വരുന്നത് ഇല്ലേ. അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, വിച്ച് ഈസ് നോട്ട് എ നാച്ചുറൽ നമ്പർ. ഇതൊരു നാച്ചുറൽ നമ്പർ അല്ല. വിച്ച് ഈസ് നോട്ട് എ നാച്ചുറൽ നമ്പർ. ഇതൊരു നാച്ചുറൽ നമ്പർ അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നമ്മുടെ എ പിയിലെ ടേം അല്ല -140 എന്ന് എടുക്കാം. സോ -140 cannot be സോ -140 എന്തെഴുതാം? -140 cannot be a term of the cannot be a term of the given AP. തന്നിരിക്കുന്ന എ പിയിലെ ടേം അല്ല -140 എന്ന് എഴുതാം. കാരണം നമ്പർ ഓഫ് ടേംസ് ഒരിക്കലും ഒരു നെഗറ്റീവ് നമ്പേഴ്സോ ഫ്രാക്ഷൻസോ ഡെസിമൽസോ ഒന്നും ആകാൻ പാടില്ല. നമ്പർ ഓഫ് ടേംസ് 10 ടേം, 20 ടേം, 100 ടേംസ്, 1000 ടേംസ്, ഇങ്ങനെ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അത് ഈ ഒരു ഫ്രാക്ഷൻ വരില്ല. അതുകൊണ്ട് നമുക്ക് എഴുതാം -140 എന്ന് പറയുന്നത് നമ്മളുടെ ഈ എ പിയിലുള്ള ഒരു ടേമേ അല്ല. മനസ്സിലായല്ലോ? ശ്രദ്ധിക്കാം. ഫൈൻഡ് ദ മിഡിൽ ടേം ഓഫ് ദി എ പി -11, -7, -3 etc. 45. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എ പിയുടെ മിഡിലിൽ കിടക്കുന്ന ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. മിഡിലിൽ കിടക്കുന്ന ടേം കണ്ടുപിടിക്കണമെങ്കിൽ ഈ എ പിയിൽ നമ്പർ ഓഫ് ടേംസ് എത്രയുണ്ടെന്ന് കണ്ടുപിടില്ലേ. അപ്പൊ ഒരു 10 ടേം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 5ാമത്തെ ടേമാണ് മിഡിലിൽ കിടക്കുന്നതെന്ന് പറയാം. അങ്ങനെ നമ്പർ ഓഫ് ടേംസ് എത്രയുണ്ടെന്നാണ് ആദ്യം കണ്ടുപിടിക്കുക. എത്ര നമ്പർ ഓഫ് ടേംസ് ഈ എ പിയിൽ ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കതിന്റെ മിഡിൽ ടേമിനെ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ടേംസ് n ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടേം അറിയാം, സെക്കൻഡ് ടേം അറിയാം, ലാസ്റ്റ് ടേം അറിയാം ഇല്ലേ. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ടേംസിനെ കണ്ടുപിടിക്കാം. ആദ്യം നമുക്കറിയാം ഫസ്റ്റ് ടേം -11 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -7 -11 ആണ്. -7 പ്ലസ് 11 എന്ന് പറയുന്നത് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ലാസ്റ്റ് ടേം എന്ത് ടേം നമുക്കറിയാം? 45 അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം an = a + n-1 × d ആണ്. ലാസ്റ്റ് ടേം എന്ന് പറയുന്ന 45 ആണ്. a എന്ന് പറയുന്നത് -11 ആണ്. n-1 n നമുക്കറിയത്തില്ല. d എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ 45 =
-11 ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ +4n -4n എന്ന് കിട്ടും. സോ 45 is equal to -11 -4 -15 +4n. സോ -15 ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ 45 + 15 is equal to 4n എന്ന് എഴുതാം. സോ 60 is equal to 4n എന്ന് എഴുതാം. or n is equal to 60/4. that is equal to 15. അപ്പൊ നമ്പർ ഓഫ് ടേംസ് ഈ AP എത്ര ടേംസ് ഉണ്ടെന്ന് കിട്ടി? 15 ടേം ഉണ്ടെന്ന് നമുക്ക് കിട്ടി. മനസ്സിലായല്ലോ? നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 15 ആണ്. സോ ദ മിഡിൽ ടേം, അങ്ങനാണെങ്കിൽ ഇതിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് നമുക്കറിയാം. സോ ദ മിഡിൽ ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മിഡിൽ ടേം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിഡിൽ ടേം എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? 15 + 1 ടോട്ടൽ നമ്പർ ഓഫ് ടേംസിനെ ഇവിടെ 1 ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഇക്വൽ ടു 16/2. ദാറ്റ് ഈസ് ഇക്വൽ ടു 8th ടേം എന്ന് കിട്ടും. 8ാമത്തെ ടേം ആണ് ഈ 15 ടേം ഉള്ള APയുടെ മിഡിൽ ടേം എന്ന് മനസ്സിലാക്കാം. മനസ്സിലായല്ലോ? ദസ് മിഡിൽ ടേം, അതുകൊണ്ട് മിഡിൽ ടേം ഇസ് ഈക്വൽ ടു 8th ടേം ആണെന്ന് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 8ാമത്തെ ടേമിനെ എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെയാണ് മിഡിൽ ടേം 8ാമത്തെ ടേം കണ്ടുപിടിക്കുന്നത്? 8th ടേം എങ്ങനെ കണ്ടുപിടിക്കും? A8 is equal to ഇല്ലേ? 8ാമത്തെ ടേമിനെ നമ്മൾ എങ്ങനെയാ വിളിക്കുന്നത്? A8 ഇല്ലേ? A plus n minus 1 into D ആണ്. ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A എന്ന് പറയുന്നത് -11 ആണ്. നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് തന്നേക്കുന്നത്? 8 എന്നാണ് അല്ലേ? 8ാമത്തെ ടേം അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം 8 - 1 into D എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ചായിരുന്നു. എത്രയാണ് കണ്ടുപിടിച്ച് വെച്ചിരുന്നത്? D എന്ന് പറയുന്നത് 4 എന്ന്. സോ -11 + 7 into 4 that is equal to -11 + 28. സോ എന്ത് കിട്ടും? 17. മനസ്സിലായല്ലോ? അപ്പോൾ 8ാമത്തെ ടേം എന്ന് പറയുന്നത്, മിഡിൽ ടേം എന്ന് പറയുന്നത് 8ാമത്തെ ടേം ആണ്. അങ്ങനാണെങ്കിൽ ആ 8ാമത്തെ ടേം എന്ന് പറയുന്നത് 17 ആണെന്ന് കിട്ടി. മനസ്സിലായല്ലോ? എങ്ങനെയാണ് ചെയ്തത് ഒന്നുകൂടെ പറയാം. ഫൈൻഡ് ദ മിഡിൽ ടേം ഓഫ് ദി AP. ഈ APയുടെ 8ാമത്തെ ടേം മിഡിൽ ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം മിഡിൽ ടേം കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ AN = A + n - 1 into D എന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്തു. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? നമ്പർ ഓഫ് ടേംസിനെ കിട്ടി അല്ലേ? നമ്പർ ഓഫ് ടേംസ് 15 എന്ന് കിട്ടി. അങ്ങനാണെങ്കിൽ മിഡിലെ ടേം കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഇക്വേഷൻ 15 + 1 ഡിവൈഡഡ് ബൈ n + 1/2 ആണ് ജനറൽ ഫോം. മിഡിൽ ടേം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ n + 1/2 ആണ്. n എന്ന് പറയുന്നത് ഇവിടെ 15 ആണ്. 15 + 1/2 16/2 8th ടേം. അപ്പൊ മിഡിൽ ടേം എന്ന് പറയുന്നത് 8ാമത്തെ ടേം ആണെന്ന് കിട്ടി. അങ്ങനാണെങ്കിൽ ആ 8ാമത്തെ ടേം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? നമുക്കറിയാം AN എന്ന് പറയുന്ന ഇക്വേഷനകത്തോട്ടാണ് കൊടുക്കേണ്ടത്. 8ാമത്തെ ടേം കണ്ടുപിടിക്കാൻ A8 is equal to A plus n minus 1 into D. A എന്ന് പറയുന്ന -11 ആണ്. n എന്ന് പറയുന്നത് 8ാമത്തെ ടേം ആണ്. 8 minus 1 into 4 that is equal to നമുക്ക് എന്ത് കിട്ടി? 17 എന്ന ആൻസർ കിട്ടി. മനസ്സിലായല്ലോ?